ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് BHEL ടെക്നീഷ്യൻ തസ്തികയിലെ 515 ഒഴിവുകളിലെ നിയമനത്തിനായുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 12/8/2025, അതായത് ഓഗസ്റ്റ് 12 2025. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. ഈ വിജ്ഞാപന പ്രകാരം 7 സ്റ്റേറ്റുകളിലാണ് നിയമനം. പോസ്റ്റും ഓരോ സ്റ്റേറ്റിലെ നിയമനങ്ങളെ കുറിച്ചും വിശദമായി നോക്കാം. റാണിപ്പേട്ട് തമിഴ്നാട്, ഫിറ്റർ 17 ഒഴിവുകൾ, വെൽഡർ 35, ടർണർ 13, മെഷീനിസ്റ്റ് 10 ഒഴിവുകൾ. അടുത്തത് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്, ഫിറ്റർ 22 ഒഴിവ്, വെൽഡർ 10, മെഷീനിസ്റ്റ് 6 ഒഴിവുകൾ. അടുത്തത് വാരണാസി ഉത്തർപ്രദേശ്, ഫിറ്റർ 5 ഒഴിവുകൾ, ടർണർ 10 ഒഴിവുകൾ, മെഷീനിസ്റ്റ് 5. അടുത്തത് ബാംഗ്ലൂർ കർണാടക, ഫിറ്റർ 5 ഒഴിവുകൾ, ഇലക്ട്രീഷ്യൻ 20 ഒഴിവുകൾ, ഇലക്ട്രോണിക്സ് മെക്കാനിക് 18 ഒഴിവുകൾ. അടുത്തത് ജഗദീഷ്പൂർ ഉത്തർപ്രദേശ്, ഫിറ്റർ 13 ഒഴിവുകൾ, വെൽഡർ 3, മെഷീനിസ്റ്റ് 7, ഇലക്ട്രീഷ്യൻ 8 ഒഴിവുകൾ. അടുത്തത് ഹരിദ്വാർ ഉത്തരാഖണ്ഡ്, ഫിറ്റർ 30 ഒഴിവ്, വെൽഡർ 10, ടർണർ 6, മെഷീനിസ്റ്റ് 19, ഇലക്ട്രീഷ്യൻ 10 ഒഴിവുകൾ. അടുത്തത് ഹരിദ്വാർ ഉത്തരാഖണ്ഡ്, ഫിറ്റർ 1 ഒഴിവ്, ഇലക്ട്രീഷ്യൻ 1, ഫൗണ്ടറിമാൻ 4. അടുത്തത് ഹൈദരാബാദ് തെലുങ്കാന, ഫിറ്റർ 10 ഒഴിവുകൾ, ടർണർ 20, മെഷീനിസ്റ്റ് 20 ഒഴിവുകൾ. അടുത്തത് ഭോപ്പാൽ മധ്യപ്രദേശ്, ഫിറ്റർ 31 ഒഴിവുകൾ, വെൽഡർ 3, ടർണർ 2, മെഷീനിസ്റ്റ് 16, ഇലക്ട്രീഷ്യൻ 20 ഒഴിവുകൾ. അടുത്തത് ഝാൻസി ഉത്തർപ്രദേശ്, ഫിറ്റർ 12, വെൽഡർ 6, മെഷീനിസ്റ്റ് 6, ഇലക്ട്രീഷ്യൻ 6. അടുത്തത് തിരുച്ചിറപ്പള്ളി, ഫിറ്റർ 30, വെൽഡർ 30, മെഷീനിസ്റ്റ് 15 ഒഴിവുകൾ. അങ്ങനെ ടോട്ടൽ 515 ഒഴിവുകൾ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. നാഷണൽ ട്രേഡ്, അതായത് NDC ഓർ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ജനറൽ വിഭാഗത്തിനും OBC വിഭാഗത്തിനും 60% മാർക്കും, SC/ST വിഭാഗത്തിന് 55% മാർക്കും ഉണ്ടായിരിക്കണം. ഇനി പ്രായപരിധി നോക്കാം. ജനറൽ EWS വിഭാഗത്തിന് 27 വയസ്സും, OBC നോൺ ക്രീമിലെയർ വിഭാഗത്തിന് 30 വയസ്സും, SC/ST വിഭാഗത്തിന് 32 വയസ്സുമാണ് പ്രായപരിധി വരുന്നത്. ഇനി PWBD, എക്സ് സർവീസ്മാൻ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായി. 515 ഒഴിവുകളും ഓരോ കാറ്റഗറിക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. റാണിപ്പേട്ട് തമിഴ്നാട്, ജനറൽ വിഭാഗം 31, EWS 7, OBC 22, SC 14, ST 1, അങ്ങനെ ടോട്ടൽ 75 ഒഴിവുകൾ. കൂടാതെ PWBD 3, എക്സ് സർവീസ്മാൻമാർ 11. അടുത്ത് വരുന്നത് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്, ജനറൽ വിഭാഗത്തിന് 18, EWS 3, OBC 9, SC 6, ST 2, ടോട്ടൽ 38. PWBDക്ക് 2 ഒഴിവുകൾ, എക്സ് സർവീസ്മാൻമാർക്ക് 5 ഒഴിവുകൾ. അടുത്തത് വാരണാസി ഉത്തർപ്രദേശ്, ജനറൽ വിഭാഗത്തിന് 8 ഒഴിവ്, EWS 2, OBC 5, SC 3, ST 2, അങ്ങനെ ടോട്ടൽ 20 ഒഴിവാണ്. PWBDക്ക് 1, എക്സ് സർവീസ്മാൻമാർക്ക് 2 ഒഴിവ്. അടുത്തത് ബാംഗ്ലൂർ കർണാടക, ജനറൽ വിഭാഗത്തിന് 19, EWSന് 4, OBC 11, SC 6, ST 3, ടോട്ടൽ അങ്ങനെ 43 ഒഴിവുകൾ. PWBDക്ക് 2, എക്സ് സർവീസ്മാൻമാർക്ക് 6. അടുത്തത് ജഗദീഷ്പൂർ ഉത്തർപ്രദേശ്, അതിൽ ജനറൽ വിഭാഗത്തിന് 12, EWSന് 3, OBC 9, SC 7, STക്ക് ഒഴിവില്ല. അങ്ങനെ ആകെ 31 ഒഴിവുകളാണുള്ളത്. PWBDക്ക് 2, എക്സ് സർവീസ്മാൻമാർക്ക് 4 ഒഴിവ്. അടുത്തത് ഹരിദ്വാർ ഉത്തരാഖണ്ഡ്, ജനറൽ വിഭാഗത്തിന് 40 ഒഴിവ്, EWSന് 7, OBCക്ക് 9, SCക്ക് 13, STക്ക് 6, അങ്ങനെ ടോട്ടൽ 75 ഒഴിവുകൾ. PWBDക്ക് 3 ഒഴിവും, എക്സ് സർവീസ്മാൻമാർക്ക് 10 ഒഴിവുകൾ നീക്കിവെച്ചിട്ടുണ്ട്. അടുത്തത് ഹരിദ്വാർ ഉത്തരാഖണ്ഡ്, ജനറൽ വിഭാഗത്തിന് 3, EWSന് ഒഴിവുകളില്ല, OBCക്ക് 1 ഒഴിവ്, SCക്ക് 1 ഒഴിവ്, STക്ക് 1 ഒഴിവ്, അങ്ങനെ ആകെ 6 ഒഴിവുകളാണുള്ളത്. PWBDക്ക് ഒഴിവുകളില്ല, എക്സ് സർവീസ്മാൻമാർക്ക് 1 ഒഴിവ് മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്തത് ഹൈദരാബാദ് തെലുങ്കാന, ജനറൽ വിഭാഗത്തിന് 22 ഒഴിവ്, EWSന് 4 ഒഴിവ്, OBCക്ക് 13 ഒഴിവ്, SCക്ക് 8 ഒഴിവ്, STക്ക് 3 ഒഴിവ് ഉൾപ്പെടെ ആകെ 50 ഒഴിവുകളാണുള്ളത്. PWD വിഭാഗത്തിന് 19 ഒഴിവും, എക്സ് സർവീസ്മാൻമാർക്ക് 8 ഒഴിവുമാണ് നീക്കിവെച്ചിട്ടുള്ളത്. അടുത്തത് ഭോപ്പാൽ മധ്യപ്രദേശ്, ജനറൽ വിഭാഗത്തിന് 31 ഒഴിവും, EWSന് 7 ഒഴിവും, OBCക്ക് 10 ഒഴിവും, SCക്ക് 10 ഒഴിവും, STക്ക് 14 ഒഴിവ് ഉൾപ്പെടെ 72 ഒഴിവുകളാണുള്ളത്. PWD വിഭാഗത്തിന് 11 ഒഴിവും, എക്സ് സർവീസ്മാൻമാർക്ക് 10 ഒഴിവും മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്തത് ഝാൻസി ഉത്തർപ്രദേശ്, ജനറൽ വിഭാഗത്തിന് 13 ഒഴിവും, EWSന് 3 ഒഴിവും, OBCക്ക് 8 ഒഴിവും, SCക്ക് 6 ഒഴിവും, STക്ക് ഒഴിവുകളൊന്നുമില്ല. അങ്ങനെ ടോട്ടൽ 30 ഒഴിവുകളാണുള്ളത്. PWD വിഭാഗത്തിന് 2 ഒഴിവും, എക്സ് സർവീസ്മാൻമാർക്ക് 4 ഒഴിവും മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്തത് തിരുച്ചിറപ്പള്ളി, ജനറൽ വിഭാഗത്തിന് 34 ഒഴിവും, EWSന് 7 ഒഴിവും, OBCക്ക് 20 ഒഴിവും, SCക്ക് 14 ഒഴിവ് ഉൾപ്പെടെ STക്ക് ഒഴിവുകളില്ല. 75 ഒഴിവുകളാണ് ആകെ ഉള്ളത്. ഇനി PWD വിഭാഗത്തിന് 4 ഒഴിവും, എക്സ് സർവീസ്മാൻമാർക്ക് 10 ഒഴിവും മാറ്റിവെച്ചിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനും സ്കിൽ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കും. ഉദ്യോഗാർത്ഥികളുടെ ട്രേഡിനനുസരിച്ചിട്ടുള്ള സിലബസ് ആയിരിക്കും കമ്പ്യൂട്ടർ എക്സാമിന് വരുന്നത്.
സെലക്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇനി അപേക്ഷിക്കേണ്ട വിധം നോക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് www.careers.bhel.in. അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ വിഭാഗം, EWS, OBC വിഭാഗങ്ങൾക്ക് എക്സാമിനേഷൻ ഫീസായിട്ട് 600 രൂപയും പ്രോസസിംഗ് ഫീസ് 400 രൂപ പ്ലസ് GST ഉൾപ്പെടെ ആകെ 1072 രൂപയാണ് ഫീസ് വരുന്നത്. അടുത്തത് SC, ST, PWBD, എക്സ് സർവീസ്മാൻമാർ എന്നിവർക്ക് എക്സാമിനേഷൻ ഫീസ് ഇല്ല. എന്നാൽ പ്രോസസിംഗ് ഫീ 400 രൂപയും പ്ലസ് GST ഉൾപ്പെടെ 472 രൂപയാണ് ഫീസ് വരുന്നത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 12, 2025 11:45 PM. ഇത്രയും കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ കൃത്യമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.